ചിലരുടെ ഐഡിയകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ ആണല്ലോ, ഭയങ്കര ക്രിയേറ്റീവ് ആണല്ലോ, എന്തേ നമുക്കൊന്നും ഇങ്ങനെ തോന്നിയില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. ക്രിയേറ്റീവ് ആയിട്ട് നമുക്കും ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളെ ബ്രെയിനിനെ അതിനനുസരിച്ച് പാകപ്പെടുത്തണമെന്ന് മാത്രം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും നമ്മളെ പ്രവൃത്തികളിലും മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ഈ പരിപാടി എങ്ങനെ നടത്താം എന്നതിന് അപ്പുറമായിട്ട് ഈ പരിപാടി ഏതൊക്കെ രീതിയിൽ നമുക്ക് നടത്താം എന്ന് ചിന്തിക്കാൻ നോക്കുക. ആ സമയത്ത് നമുക്ക് പല തരത്തിലുള്ള ഐഡിയാസ് ആണ് കിട്ടുന്നുണ്ടാവുക. ഓരോ ഐഡിയാസിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഓരോ ഐഡിയാസിനെയും നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് ഏതാണ് ബെറ്റർ ആയിട്ടുള്ളതെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഏത് ഏരിയാസിലാണോ കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ഐഡിയാസ് കൊണ്ടുവരാൻ നോക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുക, കൂടുതലായിട്ട് പഠിക്കുക, വായിക്കുക. അതേപോലെ അതിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരും സംസാരിച്ച് ഡിസ്കസ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ പോസിബിലിറ്റീസ് നമ്മളെ മുന്നിൽ തുറക്കപ്പെടും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോബീസ് ചെയ്യുക, അതുമായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഭാഗമാവുക. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് സാധാരണ ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് ഒരു പടി മുകളിലായിട്ട് നമ്മളെ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഭൂരിഭാഗം പേർക്കുമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു പേടിയായിരിക്കും, ഇത് പരാജയപ്പെട്ടു പോയാലോ, ഇത് വർക്ക് ആയിട്ടില്ലെങ്കിലോ എന്നുള്ളതൊക്കെ. അത്തരത്തിലുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ എന്താവും, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതെ പിന്മാറി പോകുന്നുണ്ടാവും. ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും കൊണ്ടുവന്ന ആൾക്കാർക്ക് മിസ്റ്റേക്സ് പറ്റാത്തവരല്ല, മറിച്ച് മിസ്റ്റേക്സ് പറ്റുമ്പോൾ ആ മിസ്റ്റേക്സിനെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം.